സാഹസിക യാത്രികരുടെ ഇഷ്ടസ്ഥലം വിശേഷിപ്പിക്കാൻ ഏറ്റവും ഉചിതം ഭീകരമായ കോട്ടയെന്നാണ്. 80 ഡിഗ്രി ചെരിവുള്ള മല കയറി വേണം ഇവിടെ എത്താൻ. ചിലയിടങ്ങളിൽ മലയിൽ തൂങ്ങിപ്പിടിച്ച് കയറേണ്ടി വരും. പാറ മുറിച്ചുണ്ടാക്കിയ കുത്തനെയുള്ള പടികൾ കയറി മുകളിൽ എത്തണമെങ്കിൽ ഇരട്ടച്ചങ്കൊന്നും പോരാ. പറഞ്ഞു വരുന്നത് അരിഹർ കോട്ടയെക്കുറിച്ചാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിന് സമീപം ത്രയംബകേശ്വറിന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് അരിഹർ ഫോർട്ട്. വലിയ തിരക്കൊന്നുമുള്ള വിനോദസഞ്ചാര കേന്ദ്രമല്ലെങ്കിലും സാഹസിക യാത്രികരുടെ ഇഷ്ടസ്ഥലമാണ്. മലകയറ്റത്തിൽ പ്രാവീണ്യമുള്ളവർക്ക് മികച്ച അനുഭവമായിരിക്കും. 80 ഡിഗ്രി ചെരിവുള്ള മല കയറി എത്തുമ്പോഴുണ്ടാകുന്ന ആശ്വാസം അയവ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതിന്റെ ചരിത്ര വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 13-ാം നൂറ്റാണ്ടിൽ സെവുന രാജവംശത്തിന്റെ ഭരണകാലത്താണ് അരിഹർ കോട്ടയുടെ നിർമ്മാണം നടക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3676 അടി ഉയരത്തിലാണ് കോട്ട. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ശത്രു സൈന്യത്തിന് പെട്ടെന്ന് അതിക്രമിച്ച് കടക്കാൻ കഴിയാത്ത രീതിയിലുള്ള രൂപകൽപ്പനയാണ് നൽകിയത്. ഇവിടത്തെ വീതി കുറഞ്ഞ കുത്തനെയുള്ള പടിക്കെട്ടുകളൊക്കെ കാണുമ്പോൾ അത് മനസ്സിലാകും. 1636 ഖാൻ സമാം എന്ന രാജാവിന് ഈ കോട്ട അടിയറവ് വെക്കേണ്ടി വന്നു. ഇതോടൊപ്പം ത്രയംബക് കോട്ടയും പുനെ കോട്ടകളും കൂടി കൊടുക്കേണ്ടി വന്നു. പിന്നീട് 1818 ക്യാപ്റ്റൻ ബ്രിഗ്സ് മറ്റ് 17 കോട്ടകൾ പിടിച്ചെടുക്കുന്നതോടൊപ്പം അരിഹർ കോട്ടയും പിടിച്ചെടുത്തു. ഇന്ന് കോട്ടയുടെ ചെറിയൊരു ഭാഗം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അരിഹർ കോട്ടയിലേക്കുള്ള വഴി തന്നെ ഏറെ ദുർഘടം പിടിച്ചതാണ്. വിജനമായ ഗ്രാമവഴികളിലൂടെ നടന്നു വേണം ഇവിടെ എത്താൻ. കോട്ടയിലേക്ക് കയറി തുടങ്ങുമ്പോൾ ആദ്യം വലിയ അത്ഭുതമൊന്നും തോന്നില്ല. സാധാരണ ഒരു മലക്കയറ്റം മാത്രമാണിതെന്ന് തെറ്റിദ്ധരിക്കും. പിന്നീട് കയറ്റം കുത്തനെയുള്ളതാകും. ഒപ്പം പടിക്കെട്ടുകളുടെ വീതിയും കുറയും. പടികൾ കയറി ചെല്ലുമ്പോൾ കോട്ടയുടെ കവാടത്തിലെത്തും. സമീപത്തെ ആൽവാദ് അണക്കെട്ടും ഏക്കർ കണക്കിന് ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങളും അവിടെ നിന്ന് കാണാനാകും. മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ മലക്കയറ്റം ശീലമല്ലാത്തവർ ഇതിന് മുതിരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേസമയം അരിഹർ കോട്ടയിൽ വരാതിരിക്കരുത്. തകർച്ച നേരിട്ട ഈ കോട്ടയും ഇവിടേക്കുള്ള ഗ്രാമീണ വഴികളുമൊക്കെ ഒരു പ്രത്യേക അനുഭവം സമ്മാനിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറക്കാനാവാത്ത ഒരു പിടി നല്ല അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇത് സമ്മാനിക്കുക.